ഹരേ കൃഷ്ണ. ഇന്ന് ഞാനിവിടെ ഒരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ലീലകളിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരോടും പറയാൻ സാധിക്കുന്നതിൽ വളരെയധികം പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഒരു കുഞ്ഞ് ലീല ഭഗവാന്റെ ഇപ്പോൾ നമ്മുടെ കലിയുഗത്തിൽ പോലും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ഒരു ലീലയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഗുരുവായൂരിലെ ഉത്സവം ദിവസങ്ങളിൽ നടന്നൊരു കഥയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേൾക്കാത്തവർ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ണിക്കണ്ണൻ നിറഞ്ഞങ്ങ് തുളുമ്പുക. ഉണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സുകളിലെല്ലാം ലീലകൾ ആടുകയാണ്. ആ ലീലകൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. കണ്ണൻ തന്നെയല്ലേ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതമൊക്കെ നമ്മളെങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതെന്ന്. കണ്ണൻ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്. അതെ, നമ്മുടെ ഉള്ളിൽ ഭഗവാൻ തീർച്ചയായും ഉണ്ടാകും. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭഗവാന്റെ ലീലകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ആനന്ദ നിർവൃത്തിയിൽ ആറാടുകയാണ്. അതുപോലൊരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഗുരുവായൂർ ഉത്സവ ദിവസം നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഗുരുവായൂരിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആനയോട്ടം എന്നൊരു ചടങ്ങുണ്ട്. ആ ആനയോട്ടം ചടങ്ങ് അന്ന് ഗുരുവായൂരിൽ ഉത്സവം തുടങ്ങുന്നതിൻ്റെ അന്ന് തുടങ്ങുവാണ്. ആ ആനയോട്ടത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ആനയ്ക്കായിരിക്കും ഭഗവാന്റെ തിടമ്പേറ്റാനുള്ള അവകാശം. ആ 10 ദിവസത്തേക്ക് ഭഗവാന്റെ തിടമ്പേറ്റാനുള്ള അവകാശം ആ ജയിക്കുന്ന ആനയ്ക്ക് ലഭിക്കുന്നു. അങ്ങനെ ഉത്സവത്തിൽ ആനയോട്ടത്തിൽ ജയിച്ച ബാലു എന്ന ആനയ്ക്ക് ആനയോട്ടത്തിൽ ജയിക്കുവാൻ സാധിച്ചു. ഇച്ചിരി കുറുമ്പനാണ്, എന്നാലും ഭഗവാൻ അവനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം അവൻ മത്സരത്തിൽ ഒന്നാമനായി എത്തി. അവനെ ഭഗവാന്റെ തിടമ്പേറ്റുവാനുള്ള അനുവാദം ലഭിച്ചു. അവന് ഭഗവാന്റെ ശ്രീകോവിലിൽ പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചു. ആദ്യത്തെ രാവിലത്തെ ശീവേലി കഴിഞ്ഞ് അവന് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് തന്നെയാണ് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ രാജാവിനെ പോലെയാണ് ഭഗവാൻ അവിടെ നോക്കുന്നത്. അങ്ങനെ ശീവേലി കഴിഞ്ഞ് അവന് റെസ്റ്റ് എടുക്കാനായിട്ട് പാപ്പാൻ ഒരിടത്ത് ഒതുക്കി നിർത്തി അവന് വേണ്ടുന്ന ആഹാരങ്ങളൊക്കെ കൊടുത്ത് അവൻ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നടന്നൊരു ലീലയാണ്. അന്നേ ദിവസം ഭഗവാനെ അന്ന് ഒരുക്കിയിരുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ ഒരു താമരപ്പൂ പിടിച്ചിട്ടായിരുന്നു അന്നത്തെ കളഭച്ചാർത്തുണ്ടായിരുന്നത്, ഭഗവാനെ അലങ്കരിച്ചിരുന്നത് അന്നേ ദിവസം. അപ്പോൾ ഈ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന താമരപ്പൂവ് ആർക്കാണ് സമ്മാനമായിട്ട് ഭഗവാൻ കൊടുക്കുന്നതെന്ന് ഭഗവാനെ തൊഴാൻ വന്ന ഭക്തജനങ്ങൾ നമ്മുടെ തിരുമേനിയോട് ചോദിക്കുക. അപ്പോൾ തിരുമേനി പറയാണ്, ആരാണാവോ ആ ഭാഗ്യവാൻ, അറിയില്ല, നോക്കാം എന്ന് പറയുകയാണ്. അന്നേ ദിവസം ബാലുവിനെ അവിടെ ശിവേലിക്ക് കഴിഞ്ഞ് കിട്ടിയിരുന്ന സമയത്ത് ഒരു പാപ്പാനും തൊട്ടടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഉണ്ണി തൻ്റെ കയ്യിൽ ഒരു താമരപ്പൂവും പിടിച്ച് ഈ ആനയുടെ അടുത്ത് വരികയാണ്. ആന സന്തോഷപൂർവ്വം ആ താമരപ്പൂ വാങ്ങുകയാണ് തുമ്പിക്കൈ നീട്ടി. ഈ കുഞ്ഞ് അടുത്തേക്ക് വരുന്നത് പാപ്പാൻ ശ്രദ്ധിച്ചിട്ട് പാപ്പാൻ നോക്കിയപ്പോഴത്തേക്കും ആനയുടെ കയ്യിൽ ഒരു തുമ്പിക്കൈയിൽ ഒരു താമരപ്പൂ ഇരിക്കുന്നു. ആ കുട്ടി അദ്ദേഹം പെട്ടെന്ന് ആരോ വിളിച്ചു, ഒരു കുട്ടി ആനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പാപ്പാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് ആ കുട്ടിയെ നോക്കിയപ്പോഴത്തേക്കും കുട്ടി അങ്ങ് ഓടിപ്പോയി, ആരോ വന്ന് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവിടെ ഒന്നും ആ കുഞ്ഞിനെ കാണാനില്ല.
എല്ലാവരും അതിശയത്തോടുകൂടി എല്ലായിടത്തും ഓടി നടന്ന് നോക്കുവാണ്, ആരാണ് ആ കുട്ടി, ആരാണ് ആ കുട്ടി. പക്ഷേ ആ കുട്ടി ആരുമല്ല, സാക്ഷാൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ബാലുവിന് താമര പൂ നൽകിയത്. അതെ, ഭഗവാന്റെ കയ്യിലിരുന്ന സമ്മാനം ഭഗവാൻ തൻ്റെ തിടമ്പേറ്റിയ ബാലുവിന് സമ്മാനമായി കൊടുത്തു. നോക്കിക്കേ, ആ ബാലുവിൻ്റെ അനുഗ്രഹം ഭഗവാൻ എത്രയധികം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം ബാലുവിന് ആ താമരപ്പൂ നൽകിയത്. ആലോചിച്ച് നോക്കിക്കേ, നമ്മളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാനെ അത്രമാത്രം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു കാൽഭാഗം നമ്മൾ ഭഗവാനോട് ഭക്തി കാണിക്കുകയാണെങ്കിൽ ഭഗവാനെ തന്നെ പൂർണ്ണമായി നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒന്നിനെക്കുറിച്ചും നമുക്ക് ദുഃഖം ഉണ്ടാവില്ല ഭഗവാനെ സ്മരിച്ചാൽ. നോക്കിക്കേ, ആ ബാലുവിന് കിട്ടിയ ഭാഗ്യം നമ്മളെപ്പോലുള്ള എത്രയോ ആൾക്കാർ ഓരോ ദിവസം ഭഗവാനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ച് വിലപിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് അവരോടെല്ലാം ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട്. ഭഗവാൻ തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. ആ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി വരും. ആർക്കും ദുഃഖം ഉണ്ടാവില്ല. ദുഃഖം ഉണ്ടായാൽ പോലും അത് നമുക്ക് വലിയൊരു നമ്മളെ തളർത്തിക്കളയുന്ന രീതിയിലേക്ക് ഭഗവാൻ കൊണ്ടെത്തിക്കില്ല. തീർച്ചയായും താങ്ങി നമ്മളെ കൂടെ ഒപ്പം നിർത്തി നമുക്ക് വേണ്ടുന്നത് എന്താണോ അത് ഭഗവാൻ നമുക്ക് ചെയ്തു തരും. അതിനാൽ സദാസമയവും ഭഗവാനെ സ്മരിക്കുക, ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുക. ആരോടും ദേഷ്യവും വെറുപ്പും പകയും ഒന്നും വച്ച് പുലർത്താതെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ എല്ലാവർക്കും നൽകട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.